ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ജോൺ ഡ്രൈഡൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ആദ്യം ജോൺ ഡ്രൈഡനെ കുറിച്ച് എഴുതാം. ജോൺ ഡ്രൈഡൻ, എ പ്രോമിനൻറ്റ് ഇംഗ്ലീഷ് പോയറ്റ്, ലിറ്റററി ക്രിറ്റിക് ആൻഡ് പ്ലേ റൈറ്റ് ഓഫ് ദ 17th century, കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കൻ്റ്ലി ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതായത് അദ്ദേഹം ഒരു പ്രോമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പോയറ്റാണ്, ലിറ്റററി ക്രിട്ടിക്കാണ്, നിരൂപകനാണ്, പ്ലേ റൈറ്റ് എന്ന് പറഞ്ഞാൽ നാടകകൃത്താണ്. എപ്പോൾ 17th century അദ്ദേഹം കോൺട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ എന്താ, സംഭാവന ചെയ്യുക, സിഗ്നിഫിക്കൻ്റ്ലി ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഡെവലപ്മെൻറ്റിൽ അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. His views on the function of poetry are articulated through his critical work, most notably in his essay, An Essay of Dramatic Poesy. അദ്ദേഹത്തിൻ്റെ വ്യൂ എന്തിനെക്കുറിച്ചുള്ള ഫങ്ഷൻ ഓഫ് പോയട്രി അല്ലേ, എന്താണ് പോയട്രി, അതിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നൊക്കെയുള്ളത് അദ്ദേഹം ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ എന്താ, നമ്മളൊന്നിലേക്ക് എക്സ്പ്രസ് ചെയ്യുക. ഏതിലൂടെയാണ്? അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കൽ വർക്ക്സിലൂടെയാണ്. അതിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു എസ്സേ, എൻ എസ്സേ ഓഫ് ഡ്രമാറ്റിക് പോയസി, ഈ ഒരു എസ്സേയിലാണ് അദ്ദേഹം ഫങ്ഷൻ ഓഫ് പോയട്രിയെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഫങ്ഷൻ ഓഫ് പോയട്രി എന്ന് പറയാം. അദ്ദേഹം പറയുന്നത് ഫസ്റ്റ് വൺ, ഫങ്ഷൻ ഓഫ് പോയട്രി, അതായത് പോയട്രിയുടെ ഫങ്ഷൻ എന്തൊക്കെയാണ് അല്ലേ, എന്തൊക്കെ കാര്യങ്ങളാണ് പോയട്രി ചെയ്യുന്നത്. ഇറ്റ് ഈസ് എൻ ഇമിറ്റേഷൻ ഓഫ് ലൈഫ്. ആദ്യം അദ്ദേഹം പറയുന്നത്, ബിലീവ്ഡ് ദാറ്റ് പോയട്രി ഷുഡ് ഇമിറ്റേറ്റ് ലൈഫ് ആൻഡ് നാച്ചർ. ഡ്രൈഡൻ അഡോപ്റ്റഡ് ദ അരിസ്റ്റോട്ടിലിയൻ ഐഡിയ ദാറ്റ് പോയട്രി ഷുഡ് ഇമിറ്റേറ്റ് ലൈഫ്. അദ്ദേഹം പറയുന്നത്, ഡ്രൈഡൻ ബിലീവ് ചെയ്യുന്നത് കവിത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഇമിറ്റേറ്റ് ചെയ്യുക, അനുകരിക്കുക, ജീവിതത്തെയും അല്ലേ പ്രകൃതിയെയൊക്കെ അനുകരിക്കണം. അതായത് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട് പോയട്രി അല്ലേ. അപ്പോൾ അദ്ദേഹം അരിസ്റ്റോട്ടിലിൻ്റെ കാഴ്ചപ്പാട്, ഇമിറ്റേഷൻ, ട്രാജഡി ഈസ് എൻ ഇമിറ്റേഷൻ ഓഫ് ആക്ഷൻ, ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഇവിടെ അതുപോലെ പറയാണ്. ശരിക്കും അദ്ദേഹം അരിസ്റ്റോട്ടിലിൻ്റെ ഒരു കോൺസെപ്റ്റാണ് എടുത്തത്. പോയട്രി എന്ന് പറഞ്ഞാൽ ഷുഡ് ഇമിറ്റേറ്റ് ആയിരിക്കണം. രണ്ടാമത്തെ ഫങ്ഷൻ, പോയട്രിയുടെ രണ്ടാമത്തെ ഫങ്ഷൻ എന്താ, ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡിലൈറ്റ് ആണ്. ഡ്രൈഡൻ ഓഫൺ എംഫസൈസ് ദാറ്റ് ദ പേർപ്പസ് ഓഫ് ദ പോയട്രി ഈസ് ബോത്ത് ടു ഇൻസ്ട്രക്റ്റ് ആൻഡ് ടു ഡിലൈറ്റ്. അതായത് പോയട്രിയുടെ പേർപ്പസ്, ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാളെ ഇൻസ്ട്രക്റ്റ് ചെയ്യുക, ഒരാളെന്ത് ചെയ്യുക, അഡ്വൈസ് ചെയ്യുക. അതുമാത്രമല്ല അവർക്ക് എന്ത് കൊടുക്കുക, സന്തോഷം കൊടുക്കുക അല്ലേ. ഒരാളെ ഉപദേശിക്കലും അയാളെ സന്തോഷിപ്പിക്കലുമാണ് പോയട്രിയുടെ മെയിൻ ഫങ്ഷൻ. ഹി ആർഗ്യൂഡ് ദാറ്റ് പോയട്രി ഷുഡ് പ്രൊവൈഡ് മോറൽ ലെസൺ വൈൽ ഓൾസോ എൻ്റർടൈനിങ് ഇറ്റ്സ് ഓഡിയൻസ്. അദ്ദേഹം പറയുന്നത്, കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോറൽ ലെസൺ കൊടുക്കണം, ധാർമ്മികമായിട്ടുള്ള. അതായത് ഒരു കവിത വായിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്ത് കിട്ടണം, അതിൽ തന്നെ വെള്ളം കുടിച്ചോ, ധാർമ്മികമായിട്ടുള്ള ഒരു ലെസൺ, ഒരു പാഠമുണ്ടാകണം. എന്നാ എവിടെയാ മുറിഞ്ഞു ഇനി ആക്കണ്ട കേട്ടോ, സാരമില്ല. He argued that poetry should provide moral lesson while also entertaining its audience ആണ്. അദ്ദേഹം പറയുന്നത് പോയട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഐലൻഡ് കൈ കഴുക്, ഐലൻഡ് കൈ കഴുക്. പോയട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ കഴുക്, എപ്പോഴും നമുക്ക് എന്തായിരിക്കണം, ഒരു മോറൽ ലെസൺ കിട്ടണം അല്ലേ, അതിൽ നിന്ന് നമുക്ക് ധാർമ്മികമായിട്ടുള്ളൊരു പാഠം കിട്ടണം. അതേപോലെ തന്നെ എൻ്റർടൈനിങ് ഇറ്റ്സ് ഓഡിയൻസ് വെറും എന്ത് ചെയ്യാൻ പാടില്ല, ധാർമ്മികമായിട്ടുള്ള അറിവ് മാത്രമല്ല, എൻ്റർടൈൻ ചെയ്യണം. നമുക്കെന്ത് കിട്ടണം, ഒരു എന്താ പറയുക, എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കതിൽ നിന്ന് ഒരു ആസ്വാദനം കിട്ടണം. അതാണ് രണ്ട്. അപ്പോൾ ഒന്നാമത്തത് ഇമിറ്റേഷൻ ഓഫ് ആക്ഷനാണ്, ലൈഫാണ്. രണ്ടാമത്തത് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡിലൈറ്റ് ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തത് റെപ്രസെൻറ്റേഷൻ ഓഫ് ഹ്യൂമൻ നാച്ചർ. അദ്ദേഹം പറയുന്നത് പോയട്രി എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ഹ്യൂമൻ നാച്ചർ എന്താണോ അത് ആക്യുറേറ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. അതായത് ഇപ്പം ഞാൻ എങ്ങനെയാണോ അല്ല മനുഷ്യന്മാരെങ്ങനെയാണോ അത് എങ്ങനെ ആസ് യൂഷ്വൽ എന്ത് ചെയ്യണം, ആക്യുറേറ്റായിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കണം പോയട്രി. അടുത്തത് എംബലിഷ്മെൻറ്റ് ഓഫ് ട്രൂത്ത് ആണ്.
പോയട്രി ഷുഡ് ബി റൂട്ടഡ് ഇൻ ട്രൂത്ത്. നമ്മൾ അതായത് ഡ്രൈഡൻ പറയുന്നു പോയട്രി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, സത്യത്തെക്കുറിച്ചായിരിക്കണം പറയേണ്ടത്. പക്ഷേ അദ്ദേഹം വിശ്വസിക്കുന്നത് പോയിറ്റ്സ് ഹാവ് ദ ലിബർട്ടി ടു എംപലിഷ് ആൻഡ് എൻഹാൻസ് ദ റിയാലിറ്റി. സത്യം അതുപോലെ പറയാതെ അതിലെന്ത് ചെയ്യുക, മോഡിഫിക്കേഷൻ. എംബലിഷ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മോഡിഫിക്കേഷൻ നടത്തുക. ട്രൂത്തിൽ എന്ത് നടത്തുക, ഒരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുക. അത് കുറച്ചുകൂടി എന്താക്കുക, നമ്മളറിയില്ല, ഒരു കുറച്ചുകൂടി ഭംഗിയാക്കിയിട്ട് നല്ല മോഡിഫൈ ചെയ്തുകൊണ്ട് ഒരു കുറച്ചുകൂടി പുഷ്ടിയോടുകൂടി റിയാലിറ്റിയെ പ്രസൻറ്റ് ചെയ്യുക. അതായത് റിയാലിറ്റി ആസ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ചെയ്യാതെ അതിൽ കുറച്ച് എന്ത് കൊടുക്കുക, ഡെക്കറേഷനൊക്കെ കൊടുക്കുക. ഹാർമണൈസേഷൻ ഓഫ് ഓപ്പോസിറ്റ്സ് ആണ്. പിന്നെ അദ്ദേഹം പറയുന്നത് പോയിട്രിക്ക് എന്തിനുള്ള എബിലിറ്റി ഉണ്ട്, ഹാർമണൈസ് ദ ഓപ്പോസിറ്റ് ആണ് അല്ലേ. ഓപ്പോസിറ്റിനെ ഒന്നിപ്പിക്കാനുള്ള കഴിവുണ്ട്. എക്സാമ്പിൾ പ്ലെഷർ ആൻഡ് ഇൻസ്ട്രക്ഷൻ, റിയാലിറ്റി ആൻഡ് ഇമാജിനേഷൻ അല്ലേ. കവിതയിൽ നമുക്ക് റിയാലിറ്റിയും കാണാം, ഇമാജിനേഷനും കാണാം, അതുപോലെ സന്തോഷവും കാണാം, അതേപോലെ അതിൽ ഇൻസ്ട്രക്ഷനും കാണാം. പ്ലെഷറായിട്ടുള്ള കാര്യങ്ങൾ, സന്തോഷിക്കുന്ന കാര്യങ്ങളുണ്ട്, ഇൻസ്ട്രക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ലാംഗ്വേജ് ആണ്. അദ്ദേഹം പറയുന്നത് പോയട്രി ആസ് എ മീൻസ് ടു റിഫൈൻ ആൻഡ് എലിവേറ്റ് ലാംഗ്വേജ്. അദ്ദേഹം പിന്നെ പറയുന്നത് പോയട്രി എന്ന് പറയുന്നത് ഒരു വഴിയാണ്. എന്തിനു വേണ്ടി, ലാംഗ്വേജ് റിഫൈൻ ചെയ്യാനും അല്ലേ, ലാംഗ്വേജ് പരിപോഷിക്കാനും എലിവിയേറ്റ് ചെയ്യാനുമുള്ള ഒരു വഴിയാണ് എന്ത്, പോയട്രി.